ഒറ്റയ്ക്ക് ജീവിതം എനിക്ക് അത്ര മടുപ്പുള്ളതൊന്ന് അല്ല. ഇതുവരെ എനിക്ക് മടുത്തിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചു. അതല്ലാതെ വേറെ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നവും ഇതിലില്ല. ഭക്തി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഒരു കാലത്ത് ഭാഗമായിരുന്നു, ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നില്ല. ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ മാറ്റത്തിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. കൈലാസിന്റെ ആ ട്യൂണില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക് എഴുതില്ലായിരുന്നു. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം, വേറെ ആരുമില്ല, ഇങ്ങേരോട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ കുറേ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, ഞാൻ അലിഞ്ഞില്ലാതെ നമ്മൾ അവരൊക്കെ അങ്ങനെ നിർബന്ധിച്ചാണ് അവർ ഹരിന്ന് വിളിച്ചത്. സ്ട്രോബെറി, മാംഗോ, മിക്സ്ഡ് ഫ്രൂട്ട്, പൈനാപ്പിൾ എന്നീ രുചികളിൽ ഹാപ്പി ജാംസ്. അച്ഛൻ്റെ പേര് രാമൻ നമ്പൂതിരി അല്ലേ? അമ്മ ഭവാനി. ഇനിഷ്യലി BK ഹരിനാരായണൻ. അതെ. അതെന്താണ് സംഭവം? അത് വീട്ടുപേരാ. ഭട്ടിയിൽ കുഴിയാങ്കുന്നത്ത് എന്നാണ് എൻ്റെ വീട്ടുപേര്. ഭട്ടി. അപ്പം അത് ഭട്ടിയിൽ കുഴിയാങ്കുന്നത്ത്. അത് ഞങ്ങളുടെ വീട്ടിൽ ഇതാണോ ഇവിടെ അപ്പുറത്തൊക്കെ ചെറിയ അച്ഛന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇവിടെയുള്ള എല്ലാവരുടെയും ഇനീഷ്യലി BK ആണ്. അത് അച്ഛൻ്റെ പേരോ അങ്ങനെ ഒന്നും അല്ല, കണക്റ്റഡ് അല്ല. ഞാൻ കേട്ടത് ഇവിടെ അല്ല ജനിച്ചതെന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ വീട് വാടാനാംകുറിശ്ശിയാണ്. അന്ന് നമ്മുടെ വീട്ടിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ വേണമെങ്കിൽ ജനിച്ച സ്ഥലം അതാണെന്ന് പറയാം. പക്ഷേ ഇതാണ് എൻ്റെ മണ്ണ്. തൊട്ടടുത്ത നരസിംഹമൂർത്തി ക്ഷേത്രമുണ്ട്, ബാല നരസിംഹമൂർത്തി. അതെ, അത് കുടുംബ ക്ഷേത്രമാണ്. അത് ഇവിടെ 2-3 2 കുടുംബങ്ങളുണ്ട് അപ്പുറത്ത്. അവരുടെയൊക്കെ കൂടിയിട്ടുള്ള ഈ നാട്ടിലെ അമ്പലമാണത്. ഈ നാട്ടിലിങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. അപ്പുറത്ത് ഒരു ഭഗവതി. ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് തോന്നിയത്, എനിക്ക് തോന്നി ഇവിടെ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളികളുണ്ട്, അവിടെയുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ പൂരം കൊണ്ടുപോകുന്ന കമ്മിറ്റി തന്നെയായിരിക്കും ചിലപ്പോൾ പെരുന്നാളിന് കൊണ്ടുപോകുന്ന ആളുകളും അവർ തന്നെയായിരിക്കും. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. അച്ഛൻ പിന്നെ വൈദിക വൃത്തി. അച്ഛൻ PWD എഞ്ചിനീയർ ആയിരുന്നു. അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഇപ്പോഴും ഈ ഇതിനൊക്കെ ചെറിയ സൂപ്പർവിഷൻസ്, ചില പ്ലാന് കൊടുക്കുക, പിന്നെ ഈ വെൽ പോയിന്റിങ്ങും കിണറിന് സ്ഥാനം നോക്കുക, അങ്ങനത്തെ ഒക്കെ അച്ഛന് ഉണ്ട്. അച്ഛൻ പൂവച്ചൽ സാറിൻ്റെ കൂടെ ആണ്, പൂച്ചലങ്കളിൻ്റെ കൂടെയാണ് ശ്രീരാമ പോളിടെക്നിക്കിൽ പഠിച്ചത്. ഒരു സഹപാഠികളായിരുന്നു അല്ലേ? അതെ. അപ്പോൾ അച്ഛൻ ഈ അതിരാത്രത്തിലൊക്കെ പങ്കെടുത്ത് അങ്ങനെയൊക്കെ ഉണ്ട്. അച്ഛൻ അങ്ങനെ വെച്ചാൽ അതിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൽ അച്ഛൻ അധികവും ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷനാണ് അധികം നോക്കിയിരുന്നത്. പൂജാവൃത്തികളൊന്നും ഇല്ല. അതിനകത്ത് താല്പര്യമില്ല. പിന്നെ അത് ആയിരിക്കും താല്പര്യമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിൽ ഞാൻ ഒരു 9ാം ക്ലാസ് തൊട്ടിട്ട് പുരോഹിത വൃത്തി ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചിട്ടും ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ പൂജയൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിലൊക്കെ. ഈ ക്ഷേത്രത്തിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കും. അതെ, അത് ഒരു ഭക്തിയുടെ തലത്തിലല്ല കേട്ടോ. അതായത് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു നിർബന്ധിതമായിട്ട് നമ്മളൊക്കെ വൈകിട്ടൊക്കെ പൂജ ഒക്കെ വേണ്ടി വരും. ചെറിയച്ഛന്മാരൊക്കെ ആയിരുന്നു ആ സമയത്ത് സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ. അപ്പം അന്നെന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ കാടിൻ്റെ പ്രദേശം. ഞങ്ങളുടെ ഈ വീടൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ചപ്പുറത്തായിരുന്നു ഞങ്ങളുടെ തറവാട് വീട്. അപ്പോൾ ഈ രാത്രി ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ പായസം വയ്ക്കാനൊക്കെ കൊണ്ടുവന്ന് തരും. നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഓലയുടെ ചൂട്ടൊക്കെ കത്തിച്ചിട്ട് വേണം ഇത് തിളയ്ക്കണ്ട. ഇത് തിളച്ച് ഒരു 4 തിള കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് ഇതാക്കും. അപ്പോഴേക്കും ഇരുട്ടായിട്ടുണ്ടാവും. ഈ പ്രദേശത്തൊന്നും മനസ്സില്ല. പിന്നെ ഇവിടെ രാത്രി നിന്ന് കഴിഞ്ഞാൽ ഈ കുറ്റിച്ചുലാൻ എന്ന് പറയുന്ന കാലങ്കോഴി എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ഇതുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ മുത്തശ്ശിമാരൊക്കെ കേട്ടിട്ട് ഇതിൻ്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മരണം സംഭവിക്കുന്നൊരു ഒബ്സഷനും വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ഈ കുറ്റിച്ചുലാൻ്റെ ശബ്ദം കേൾക്കും. നമ്മുടെ കയ്യിൽ ചെറിയൊരു ടോർച്ച്, ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഓടാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഇത് ഒരു മനുഷ്യൻ സംസാരിക്കാണ്ടാവില്ല. ഇപ്പം എനിക്കാണ് ഇന്ന് ഡ്യൂട്ടിയെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും പോകുന്നത്, അപ്പുറത്തുള്ള ആൾ വരില്ല. കാരണം ഇതൊരു നിർബന്ധിത ഡ്യൂട്ടിയാണ്. അപ്പോൾ നമ്മളന്ന് 5-ലും 6-ലൊക്കെ പഠിക്കുന്നത്, അല്ലെങ്കിൽ 7-ാം ക്ലാസ്സിലൊക്കെ. ഇത് കഴിഞ്ഞിട്ട് വേണം പോവാൻ. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ്റെ കുട്ടി, ഇപ്പോൾ ഈ വഴിപാട് നടത്തിയ ആളുകൾ പോലും വരില്ല, പക്ഷെ ഇത് നടത്തണമല്ലോ. അപ്പോൾ ഇതെങ്ങനെങ്കിലും ഒന്ന് കത്തിയിട്ട്, അതും നനഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും. ഈ ജൂലൈ മാസമൊക്കെ ആണെങ്കിൽ പറയും വേണ്ട, പെരുമഴയായിരിക്കും. അപ്പോൾ ഈ നനഞ്ഞ സാധനം ഒന്ന് കത്തി കിട്ടിയിട്ട് വേണമല്ലോ നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പേടിച്ച് നിൽക്കുന്ന നേരത്ത് ഒരു മനുഷ്യല്ലേ, അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ ശബ്ദം. നമുക്ക് ഏതെങ്കിലും ഒരാൾ പോകുന്നുള്ളൂ, അയ്യോ അതിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേടി. വാതിലൊന്ന് ഇതങ്ങനെ പഴയ വാതിലും പല്ലിയൊക്കെ ജസ്റ്റ് ചാടിയാൽ തന്നെ പേടിക്കും. നമുക്ക് ആരോടെങ്കിലും സംസാരിക്കണം, വേറെ ആരുമില്ല, ഇങ്ങേരോട് മാത്രമേ സംസാരിക്കാൻ പറ്റൂ. ഞാൻ കുറേ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിനെ പോലെ എല്ലാ കാര്യങ്ങളും പുള്ളിയോട് പേടിച്ചിട്ടാണ്. അപ്പം അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാൻ വളരെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു കാലം. പിന്നെ പുരോഹിത വൃത്തിയിലൊക്കെ ഒന്നും പോയിരുന്നതുകൊണ്ടാണ് അങ്ങനെയല്ല, അതൊരു നമ്മുടെ കാലത്ത് ഇങ്ങനെ മാറി മാറി വരുന്നതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ മാറി. ഭക്തി ഒരു തെറ്റാണെന്നൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. പക്ഷെ അതൊക്കെ ഓരോരുത്തരുടെ ഒരു നമ്മൾ മുറുകെ പിടിക്കുന്ന വിശ്വാസം, അത് നിങ്ങളാണെങ്കിലും ഇദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും, അത് പ്രണയമാണെങ്കിലും ഭക്തിയാണെങ്കിലും എന്താണെങ്കിലും നമ്മളെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തമാവുന്നത് അത് കൊണ്ടുപോവുക. പക്ഷെ ഇത് പ്രശ്നം സംഭവിക്കുന്നത്, എൻ്റെ വിശ്വാസം ഞാൻ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് പ്രശ്നമാവുന്നത്. അത് എന്ത് വിശ്വാസമാണെങ്കിലും ഞാൻ അപ്പോഴല്ലേ മനുഷ്യൻ ഭക്തിയുള്ളവർ ഭക്തിയായിട്ട് പോകട്ടെ. ഇപ്പം നിങ്ങളുടെ ഭക്തി എൻ്റെ ഭക്തിയും വ്യത്യാസമായിരിക്കും, നിങ്ങളുടെ ഐഡിയോളജി എൻ്റെ ഐഡിയോളജിയും വ്യത്യാസമായിരിക്കും. പക്ഷേ അത് വേറൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കുക, അതെന്താണെങ്കിലും ഈ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് എവിടെയായാലും വലിയൊരു പ്രശ്നമാണ്. അല്ല, ഞാൻ കേട്ടെ ഈ ഇതിനകത്തുള്ള ഈ വാല് വേണമെങ്കിൽ നമ്പൂതിരി എന്നൊക്കെ ചേർക്കാമായിരുന്നു. BK എന്തുകൊണ്ടാണ് അതൊക്കെ മുറിച്ചിട്ട്? എനിക്ക് അച്ഛൻ പേര് പറയുമ്പോഴും BK പിന്നെ അല്ല, അതെൻ്റെ ആവശ്യമില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ മനുഷ്യന്മാരായിട്ട് ജീവിച്ചാൽ മതി എന്നുള്ളൊരു തോന്നലുണ്ട്. നമ്മുടെ ഫോമാറ്റിംഗ് ഇയേഴ്സിലൊക്കെ നമുക്കത് പറയാൻ പറ്റിയിരുന്നില്ല. അപ്പോൾ ഒരിക്കൽ തോന്നി, ഇപ്പോൾ എൻ്റെ മരുമകൻ അവൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നി. ഞാനത് കഴിഞ്ഞിട്ട് അവൻ ഈ രാവിലെ കളരി പഠിക്കാനോ ഒക്കെ പോയിരുന്നു. ഇപ്പം മഞ്ചേരിയിലാണ് പഠിക്കുന്നത് അവൻ്റെ. അപ്പോൾ രാവിലെ അവനെ കൊണ്ടാക്കുന്ന ഡ്യൂട്ടി എനിക്കാണ്. അപ്പോൾ അവനോട് ആരോ ജാതിയോ എന്തോ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പം പറഞ്ഞു, എൻ്റെ പേര് ധരൺ, എന്നെ വീട്ടിൽ വിളിക്കുന്ന ഇത് അപ്പു, ഇതിലേതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി കേട്ടോ, അത്ര മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ആ 3-ലോ 4-ലോ പഠിക്കുന്ന അവന് ആ ഒരു ബോധ്യം, നമ്മുടെ സമൂഹത്തിൽ ജാതി ഉണ്ട് സുരേഷ് ചേട്ടാ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, എന്നിലും ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഈ ഉണങ്ങല്ലരിയില്ലേ, അതിങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്, അതിങ്ങനെ കഴുകി കളഞ്ഞാലും പിന്നെ അതിൽ കല്ല് കിടക്കും. ആ കല്ല് പോലെ നമ്മളിലൊക്കെ ജാതിയുണ്ട്. അത് കഴുകി കളയുക തന്നെ വേണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അത് ഏതൊരു മനുഷ്യന് കേൾക്കേണ്ട, ദിനുവിൻ്റെ ഒരു എന്തിനാണ് ഇവിടെ സംവരണം എന്നുള്ളത് ദിനു പറഞ്ഞൊരു വീഡിയോ ഉണ്ട്, ദിനുവയിൽ പറഞ്ഞത്. അത് നമ്മൾ കേൾക്കണം. അതൊരു സാമ്പത്തികത്തിന് വേണ്ടിയിട്ടല്ല, അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തിന് കൈപിടിച്ച് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയൊക്കെ പറയുന്ന 1934 ഈ ഒറ്റപ്പാലത്ത് ഒരാളെ ഉപ്പ് എന്ന്, നമ്മൾ ഭാഷ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്. ഉപ്പിന് ഒരു സമൂഹത്തിന് പുളിഞ്ചാടൻ എന്ന് മാത്രമേ പറയാൻ അധികാരം ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഉപ്പ് വാങ്ങിക്കാൻ പൈസ കൊടുക്കണം, പൈസ വേണം, പക്ഷേ പുളിഞ്ചാടൻ എന്നേ പറയാൻ പാടുള്ളൂ. ഈ പൈസ കൊടുക്കുന്നതും പൈസ ഇവിടെ വയ്ക്കുക, എന്നിട്ട് കാത്തു നിന്നിട്ട് ഇയാൾക്ക് സന്മനസ് തോന്നിക്കഴിഞ്ഞാൽ ഈ പൈസ എടുത്തിട്ട് ഇത് കൊടുക്കും. അപ്പോഴും ഉപ്പ് എന്ന് പറയാൻ പാടില്ല, പുളിഞ്ചാടൻ എന്നേ പറയാൻ പാടുള്ളൂ. ഈ പുളിഞ്ചാടൻ എന്ന് പറയുന്നതിന് പകരം ഉപ്പ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് ചവിട്ടി കൊന്നിട്ട് ചളിയിൽ താഴ്ത്തിയ അവിടുന്ന് അപ്പോൾ ആ ഒരു ജാതി എന്ന് പറയുന്നത്
ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് അത് നമ്മൾ ഉരിഞ്ഞു കളയും. അപ്പം ഞാൻ പറഞ്ഞ ഇപ്പം എൻ്റെ മരുമകൻ്റെയൊക്കെ പറഞ്ഞില്ല, അതുപോലെയുള്ള പുതിയ കുട്ടികളുണ്ടല്ലോ, എനിക്ക് പുതിയ കുട്ടികളിൽ വലിയ പ്രതീക്ഷയുണ്ട്. അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബാഗേജും ഇല്ല. അത് വലിയൊരു അഡ്വാൻറ്റേജായിട്ട് നമ്മൾ കാണണം. അത് അവർക്ക് ഇപ്പോൾ ഈ ജെൻഡർ, നമ്മൾ എല്ലാ സമൂഹവും ജീവിക്കുന്ന ഇതാണ്. ഇപ്പം നമ്മൾ അമേരിക്കയിൽ ട്രംപിൻ്റെയൊക്കെ വാക്ക് കേട്ടിട്ടാണ് ഇരിക്കുന്നത്. ആ എല്ലാ സമൂഹത്തിനെയും എല്ലാ മനുഷ്യരെയും മനുഷ്യരായിട്ട് കാണാൻ നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ തിരിച്ചും ചോദിക്കാം, അക്രമത്തിൻ്റെ ഒരു വഴിയുണ്ട്, അത് ഒഴിവാക്കണം തീർച്ചയായിട്ടും. അതിനെ നമുക്ക് യോജിക്കാൻ പറ്റില്ല. എങ്കിൽ പോലും അത്തരത്തിലുള്ളൊരു ഇതൊക്കെ എനിക്ക് പുതിയ കുട്ടികൾ എന്നെ പഠിപ്പിക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ജാതീയമായ പേരുകൾ അല്ലെങ്കിൽ ഇത്തരം അല്ല, അത് കുറേ കാലമായി അത് നമ്മളിങ്ങനെ നമ്മൾ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ ചെയ്യുന്നുണ്ട്. തെറ്റ് തിരുത്താൻ പറ്റുന്നിടത്തോളം തിരുത്തുക എന്നുള്ളത് തന്നെയാണ്. ഒറ്റ മകനാണ് എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്. അവർ എന്ത് ചെയ്യുന്നു? അവരൊക്കെ ഒരാൾ ഹൗസ് വൈഫാണ്, ഒരാൾക്ക് ജോലിയുണ്ട്. ഇവിടെ തന്നെയാണ് അവർ വിവാഹം കഴിഞ്ഞു? പല സ്ഥലങ്ങളിൽ വിവാഹം കഴിച്ചിട്ടുണ്ട്. അതെ. പക്ഷെ എന്തുകൊണ്ടാണ് ഹരി വിവാഹം കഴിക്കാത്തതെന്നൊരു ചെറിയ ചോദ്യം പ്രസക്തമാണ്. ചിരിയും പ്രസക്തമാണ്. അതെ, അതൊരിക്കലും ഇപ്പോൾ ഈ ആൾക്കാർ പെട്ടെന്ന് തന്നെ ചോദിക്കുമ്പോഴേ എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. എൻ്റെ അമ്മ അതിന് പറയുന്ന വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം, ഒരു ഉത്തരവാദിത്വം എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണെന്നാണ് പറയുന്നത്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയും, ഇങ്ങനത്തെ മുണ്ടിയിട്ടിട്ട് ഒരു ഒരു സ്ഥലത്ത് മുണ്ടിയിട്ട് നടക്കുകയായിരുന്നെങ്കിൽ അതാണ്. നിനക്ക് ഈ പണി കിട്ടിയിരുന്നെങ്കിൽ, പണ്ട് കോമഡി പറഞ്ഞ ഒരു ഭിക്ഷക്കാരൻ വന്നിട്ട് പറഞ്ഞത്രേ, സാറേ ഈ പണി പഠിച്ചില്ലെങ്കിൽ ഞാൻ തെണ്ടി പോയേനെന്ന്. ആ പറഞ്ഞ പോലെ ഈ പണി ഞാൻ പഠിച്ചില്ലെങ്കിൽ, അല്ല എനിക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടിയില്ലെങ്കിൽ നീ പെട്ടുപോയേനെ. കാരണം ഇത് ഇത്ര പണിയല്ലേ ഉള്ളൂ, 16 വരി. ഇപ്പോൾ ഈ നമ്മുടെ കോവിഡിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞപ്പോൾ വീട്ടിലിരുന്നിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ഇതല്ലെങ്കിൽ നീ പെട്ടുപോയേനെന്ന് എൻ്റെ സുഹൃത്തുക്കൾ കയറി. അപ്പം അങ്ങനെ ഒരു മടി, അതൊരു ശരിയായിരിക്കും ഒരു പക്ഷേ. ഒരു ഉത്തരവാദിത്വം, ഒറ്റയ്ക്ക് ജീവിതം എനിക്ക് അത്ര മടുപ്പുള്ളതൊന്നും അല്ല. ഇതുവരെ എനിക്ക് മടുത്തിട്ടില്ല. അപ്പോൾ ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചു. അതല്ലാതെ വേറെ ഉദ്ദേശിക്കുന്ന ഒരു പ്രശ്നവും ഇതിലില്ല. ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാൻ അതുകൊണ്ടാണല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് മാറി ഇവിടെ ഒരു വിശാലമായ ലൈബ്രറി, സ്പേഷ്യസ് ആയിട്ടുള്ള സാധനം അല്ല അങ്ങനെ മാറി. അല്ല, അതെന്താ വെച്ചാൽ ഒന്നുമില്ല. ഇപ്പോൾ അത് വേറൊന്നു കൊണ്ടാണ്. അവരിത് ശീലിച്ച ആളുകളല്ല, വളരെ യാഥാസ്ഥിതികമായിട്ട് ജീവിച്ചു വന്ന ആളുകളാണ്. വളരെ കുറച്ച് സ്ഥലമേ ഉള്ളൂ. അന്നത്തെ ഒരു നോൺ ഗസറ്റഡ് അല്ലാത്ത ഒരു ഉദ്യോഗസ്ഥൻ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്ന് മാറുമ്പോൾ വെച്ചൊരു അങ്ങനത്തെ പ്രാരാബ്ധമുള്ള ഒരാൾ വെച്ച വീടാണ്. 3 മക്കളുള്ള ഒരാൾ, അപ്പോൾ അപ്പുറത്തുള്ളവർ, അങ്ങനെയുള്ള. അപ്പോൾ ആ വീട്ടിൽ ഒരുപാട് പരിമിതിയുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, ഇതൊരു ദിവസം ഞാനിങ്ങനെ, ഇതൊക്കെ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ജെബിസനാണ് കേട്ടോ ഇതൊക്കെ വെച്ചത്. അപ്പോൾ ഒരു ദിവസം ഞാൻ ഏതോ ഒരു അവാർഡ് കിട്ടി വന്നപ്പോൾ ഈ അടുക്കളയുടെ മോഡലിങ്ങനെ പാതപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ ഒരു എലിയൊക്കെ ഇതിൽ കൂടെ ഓടുന്നുണ്ട്. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, ഇനി ഇതൊക്കെ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം. അപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഇങ്ങനെ ഒന്ന് ആലോചിച്ചതെന്ന് പറയാം. അപ്പോൾ അവിടെ ഒരു സ്പേസിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഇരുത്താൻ പിന്നെ അവർക്ക് ഭയങ്കര ടെൻഷനാണ്. നോർമലി ഇരിക്കുന്ന സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വയ്ക്കണം. അച്ഛനമ്മയ്ക്കും പ്രായമാവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതിപ്പോൾ അവർക്ക് അവരെ ശല്യം ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളിവിടെ വന്നാൽ ഇവിടെ ഇരിക്കാൻ. ഇതിനായിട്ടൊരു സംവിധാനം, ഞാനിവിടെ തന്നെയാണ് കിടക്കുന്നത്. പിന്നെ എൻ്റെ സുഹൃത്തുക്കൾ വന്നാലും ഇവിടെ ഇരിക്കും. പുറത്ത് പോയി എഴുതണമെങ്കിൽ എഴുതും. ഇവിടെയുള്ള പണി എഴുത്താണ്. ചിലപ്പോൾ അപൂർവം സുഹൃത്തുക്കളെ കമ്പോസ് ചെയ്യാൻ ഇങ്ങോട്ടും വരാറുണ്ട്. പിന്നെ ഇതൊന്നും അല്ലാത്ത എൻ്റെ സുഹൃത്തുക്കളും വരാറുണ്ട്. എനിക്ക് സുഹൃത്തുക്കളുടെ ഒരു സംഘമുണ്ട്, അത് വലിയൊരു ബലമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇരിക്കാനുള്ള ഒരു സ്പേസും കൂടിയും എന്ന് വിചാരിച്ചിട്ടാണ് ഇതുണ്ടാക്കിയത്. ആ സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സ്ത്രീ സുഹൃത്തു കൂടി കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് സ്ത്രീ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തല്ല, പങ്കാളിയായിട്ട് ഇല്ല. അത് ഈ കഴിക്കില്ലെന്ന് വല്ല നിർബന്ധം എടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല, എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്ക് പോവുക എന്നുള്ളത് തന്നെയാണ്.
അത്രേ ഉള്ളൂ. അപ്പോൾ ഭാവിയിൽ ഉണ്ടായിക്കൂടാന്നില്ല. അത് നോക്കാം. അമ്മയും അച്ഛനും ഒക്കെ വയസ്സായി വരിക എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും നമുക്ക് നോക്കാം. അല്ല, അവർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനുണ്ടല്ലോ. ഈ വീട്ടിൽ നിന്ന് ചെയ്തിട്ടുള്ള ഏതെങ്കിലും പാട്ടുണ്ടോ? പാട്ടുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൺമണിപ്പൂവിൻ്റെയൊക്കെ ഫസ്റ്റ് ഡ്രാഫ്റ്റൊക്കെ ഞാൻ ഇപ്പോൾ തുടരുവിലെ പാട്ടുകളൊക്കെ ഇപ്പോൾ ഞാനിവിടെ ഇരുന്നിട്ടാണ് എഴുതുന്നത്. പിന്നെ എനിക്ക് സത്യം പറഞ്ഞു വെച്ചാൽ ഒന്നിച്ചിരിക്കാം എന്ന് പറഞ്ഞാൽ അതിനിഷ്ടമുള്ള ഒരാളാണ്. വേറെ ഒന്നുമല്ല സുരേഷ്. ഇപ്പോൾ ഇദ്ദേഹം ഡയറക്ടറാണ്, അങ്ങ് മ്യൂസിക് ഡയറക്ടറാണ്. ഞാനിങ്ങനെ എഴുതുമ്പോൾ ഒരു വാക്ക് എഴുതി കഴിഞ്ഞാൽ അത് ശരിയായില്ല എന്ന് നിങ്ങളുടെ മുഖത്തുനിന്ന് എനിക്ക് വായിച്ചെടുക്കാം. അപ്പോൾ അത് മാറ്റി കൊടുക്കാമല്ലോ. മ്യൂസിക് കിട്ടിയതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഒരു 90%. അതെ അതെ. അപ്പം അങ്ങനെ തന്നെയാണോ എഴുതാനാണോ ഇഷ്ടം, അതോ അല്ലാതെ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് രീതിയിൽ ഉത്തരം പറയേണ്ടി വരും. ഒന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ശീലിച്ചത് 90% ഇങ്ങനെ എഴുതാനാണ്. അപ്പോൾ അത് എഴുതുന്നു. ഇപ്പോൾ ഒരു പാട്ടെഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാവും എന്ത് വരി ഇങ്ങനെ എഴുതി കൊടുക്കുക എന്നുള്ളത്. പിന്നെ മ്യൂസിക് ഡയറക്ടറുടെ കയ്യിലാണ്. പക്ഷെ ഇപ്പോൾ ചില പാട്ടുകളൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴേ ആ ട്യൂണില്ലായിരുന്നെങ്കിൽ, ആ ട്യൂണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അതിലൊരു ഭാവം, ട്യൂണിൻ്റെ ഭാവം കണ്ടെത്തുക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ, ട്യൂണിൻ്റെ ഭാവം കണ്ടെത്തുമ്പോഴേ നമ്മൾ ഇപ്പോൾ ഈ ഓലത്തുമ്പത്തിരുന്നുയലാടും ചെല്ലപ്പൈങ്കിളി എൻ്റെ ബാലഗോപാലനെ, ആ പാട്ട് നമുക്കൊരിക്കലും താനത്താനത്താനാന്ന് പാടാൻ പറ്റില്ല. നമ്മൾ പാടുമ്പോൾ ഓലത്തുമ്പത്ത് എന്ന് വരും. അതായത് ആ ഈണത്തിൻ്റെ ഭാവത്തിനോട് അത്രമേൽ ചേർന്നിട്ടാണ് വരികൾ വരുന്നത്. അതാണ് ബിച്ചു തിരുമലയുടെ ഒരു ബ്രില്യൻസ് എന്ന് തോന്നാറുണ്ട്. ഹരിയുടെ തന്നെ പാട്ടെടുക്കാമല്ലോ, ആ ഓലഞ്ഞാലിക്കുരുവി. അതെങ്ങനെയാണ് അതിൻ്റെ ആ സംഗീതത്തിന് മേലാണല്ലോ അതും ചെയ്തത്. അതെങ്ങനെയായിരുന്നു അതിൻ്റെ? അതിലേക്ക് വരാം. അപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മളെ ഡ്രൈവ് ചെയ്യും ചില ട്യൂണുകൾ നമ്മൾ ചിന്തിക്കാത്ത വാക്കിലേക്കൊക്കെ ഡ്രൈവ് ചെയ്യുന്ന തോന്നിയിട്ടുണ്ട്. ആ ട്യൂണിൻ്റെ ഭാവം കണ്ടെത്തുക എന്നുള്ള പ്രോസസ്സാണ്. അതെനിക്ക് എത്ര കണ്ട് പറ്റിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ നമ്മൾ വിചാരിക്കാത്ത വാക്കുകളൊക്കെ നമുക്ക് ചിലപ്പോൾ ആ ട്യൂണ് തന്നു എന്ന് വരും. ഓലഞ്ഞാലിക്കുരുവിയിലേക്ക് എന്നെ കൊണ്ടുവരുന്നത് ഗോപി സുന്ദറാണ്. അതിനു മുമ്പ് ഞാൻ ഉണ്ണിസാറിൻ്റെ മിസ്റ്റർ ഫ്രോഡിൽ ഗോപിച്ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് സലാല മൊബൈൽസ് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് ശരത് ഹരിദാസൻ്റെ സിനിമയിൽ ഒരു പാട്ട് എഴുതി. അതിന് ശേഷമാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. ഇതിൽ ഓലക്കം ചോടുമായി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ആദ്യം എഴുതിയത്. ഓലഞ്ഞാലി എനിക്ക് തോന്നുന്നത് വിഷ്വൽ എടുത്തതിന് ശേഷമാണ് ആ പാട്ട് എഴുതി. ഞാൻ വിഷ്വൽ കണ്ടിരുന്നു. അങ്ങനെ എഴുതി കുറേ പല്ലവി ഞാൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ പല്ലവിയിലേക്ക് എത്തുന്നു. ഓലഞ്ഞാലിക്കുരുവി എന്ന് പറഞ്ഞ അതിൻ്റെ മ്യൂസിക് കിട്ടിയതിന് ശേഷമായിരുന്നില്ലേ? അതിൻ്റെ എന്തായിരുന്നു, അങ്ങനെ ഒരു താളം എന്തായിരുന്നു? അത് താന താന തനന എന്നുള്ളത് തന്നെ. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അത് ഈ ഭാവം കണ്ടെത്തൽ, ഈ ഓലത്തുമ്പത്തിരുന്നുയലാടും ചില പൈങ്കിളി എന്നുള്ള ഇത് പറഞ്ഞിട്ടാണ് ഗോപിച്ചേട്ടൻ എന്നോട് പറഞ്ഞത് അന്ന്. അങ്ങനെ പാട്ടുകളിൽ ഭാവം കണ്ടെത്തുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതിൽ ആദ്യത്തെ 4 വരി ഒരു ടിക്ലിംഗ് ആണ്, അതിലൊരു റൈമിങ് വന്നാൽ നന്നായി, അടുത്ത വരി ചോദ്യമാണ്, പിന്നെ അവസാന വരി ഒരു ക്ലൈമാക്സ് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ ആ ഭാവം കണ്ടെത്തൽ എന്ന് പറഞ്ഞൊരു കാര്യം അത് പിടിച്ചിട്ട് എഴുതിയിട്ടാണ് ആ പാട്ടിലേക്ക് എത്തിയത്. മ്യൂസിക് വരുന്നു, അതിനൊരു വരികൾ എഴുതുന്നു. പക്ഷെ ഇത് പാട്ടായിട്ട് ഇത് പാടുമ്പോൾ വാണിജ്യറമ പാടിയിരിക്കുന്നത് സാമാന്യം ജയേട്ടനും. അത് പാടി കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫീൽ എന്താണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ? പാട്ട് രണ്ടും അയച്ചു തന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചത് അത് കേട്ടിട്ട് ഞാൻ ആ ദിവസം മുഴുവൻ കരഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന 2 ശബ്ദങ്ങളാണ്. വാണിയമ്മ എന്നൊക്കെ പറയുമ്പോൾ ജയേട്ടനെ പറഞ്ഞ പോലെ തന്നെ അത് കഴിഞ്ഞ് പെയ്തലിഞ്ഞ നിമിഷം എന്ന് പറഞ്ഞ ക്യാപ്റ്റനിലൊരു ഗോപിസുന്ദറിൻ്റെ തന്നെ മ്യൂസിക്കിൽ ഒരു പാട്ട് പ്രജേഷ് സെൻ സംവിധാനം ചെയ്ത ജയസൂര്യ അഭിനയിച്ച സിനിമയിൽ ആ പാട്ട് ഇവർ രണ്ടുപേരും പാടിയിട്ട് ജയേട്ടനും വാണിയമ്മയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഈ വാണിയമ്മയ്ക്ക് നമ്മളെ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് വിളിക്കും. എന്നിട്ട് ഹരിനാരായണൻ സാർ എന്ന് വിളിക്കും. ഞാൻ പറഞ്ഞു, അമ്മ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, ഞാൻ അലിഞ്ഞില്ലാതെ നമ്മൾ അവരൊക്കെ അങ്ങനെ നിർബന്ധിച്ചാണ് അവർ ഹരിന്ന് വിളിച്ചത്. അപ്പോൾ പാട്ട് പാടി കേട്ടോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ കേട്ടില്ലേ എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ അങ്ങനെ സ്റ്റുഡിയോയിലേക്ക് പോയിട്ടില്ല, ഞാൻ കേൾക്കാം. അതിനെന്താന്ന് പറഞ്ഞിട്ട് ഇവർ
ലിറിക്ക് എടുത്ത് വെച്ചിട്ട് ഒരു ചെറിയ ശ്രുതി ഇട്ടിട്ട് ഇവർ ഫോണിൽ എനിക്ക് അവിടെ ഇരിക്കുന്ന അവർ എനിക്ക് ഈ പാട്ട് പാടിത്തരിക. അത് സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്ന, അത് നമ്മൾ അവിടെ റെക്കോർഡ് ചെയ്ത പാട്ട് അവരത് കൃത്യമായിട്ട് പഠിച്ച് ചിലപ്പോൾ ആളുകൾക്ക് ഓർമ്മ ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർ ഫുള്ളായിട്ട് ആ ലിറിക്ക് ആ ട്യൂണും പഠിച്ച് അവർ ഫുൾ പാട്ട് ഡ്യുവറ്റായിട്ടാണ്, പക്ഷെ അവർ ഫുൾ പാടിയിരുന്നു. അത് മുഴുവൻ അവർ പാടിത്തന്നു. ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നേ ഉള്ളൂ, ആക്ഷൻ ഹീറോ ബിജുവിൽ ഒരു നല്ലൊരു സംസ്കൃത പാട്ട്, ഹരഹര എന്നുണ്ട്. അതങ്ങനെ ഒരു സംസ്കൃതം പാട്ട് എഴുതണം എന്നുണ്ട്. കഴിഞ്ഞ ദിവസം ജെറിമാഷെ കണ്ടിരുന്നു. ജെറിമാഷാണ്. നമ്മൾ ചിന്തിച്ച് നോക്കുമല്ലേ. ഞാൻ ജെറിമാഷോടും പറഞ്ഞു, വിദ്യാജി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ബുദ്ധിമുട്ട്, ഏറ്റവും വിഷമം ഇങ്ങനത്തെ പാട്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ള പാട്ടുകൾ ചെയ്യാനാണെന്നാണ്. ജെറിമാഷ് ചെയ്ത പാട്ടുകൾ നമുക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നും, പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ബുദ്ധിമുട്ട്. നമുക്ക് ചില പാട്ടുകൾ ഇങ്ങനെ കേട്ട് നിൽക്കാനാണ് തോന്നുക, ചില പാട്ടുകൾ നമുക്ക് കൂടെ പാടാൻ തോന്നും. അങ്ങനെ കൂടെ പാടാൻ പറ്റുന്ന പാട്ടുകൾ അത്ര വ്യത്യസ്തതയോട് കൂടിയിട്ട് ചെയ്ത ആളാണ്. പാടാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാളാണ്. അപ്പോൾ ജെറിമാഷിൻ്റെ കൂടെയായിരുന്നു. അപ്പോൾ എബ്രിഡ് ഷൈൻ, എബ്രിഡ് ഷൈൻ അത് മലയാളത്തിൽ എഴുതുമ്പോൾ ഇപ്പം നമ്മൾ ഈ പോലീസിനെ പറ്റിയിട്ടാണ് എഴുതുന്നത്. അദ്ദേഹം അതിൻ്റെ കാര്യം പറഞ്ഞു തന്നിരുന്നു. സംസ്കൃതത്തിൽ ട്രൈ ചെയ്യാൻ പറ്റുമോ വെച്ചാണ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ സംസ്കൃതം വാക്കുകൾ നമുക്ക് അറിയില്ലല്ലോ, അർത്ഥം അറിഞ്ഞോളണം എന്നില്ലല്ലോ. അപ്പോൾ എന്തോ ഒരു അനിശ്ചിതാവസ്ഥ അവിടെ ഉണ്ടാവും, ഒരു ഘോഷ സ്വഭാവം ഉണ്ടാവും എന്നുള്ളത് എബ്രിഡ് ഷൈൻ്റെ ഒരു തോട്ടാണ്. അത് ഒരു ഡയറക്ടറുടെ ഒരു ബ്രില്യൻ തോട്ടാണ്. അങ്ങനെ ഞാൻ അത് എഴുതാമെന്ന് പറഞ്ഞു. മാഷ്ടർ അടുത്തെത്തി നമ്മളൊരു അരയും മുറിയായിട്ടുള്ള സംസ്കൃതം വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം മാഷ് അവിടെ ചെന്ന്, മാഷ് സംസ്കൃതത്തിലാണ് അത് എഴുതിയെടുത്തത് കേട്ടോ, അതും ആലോചിക്കണം. അപ്പം മാഷക്ക് പക്ഷേ മാഷ്ട ഈണത്തിൻ്റെ സൗണ്ടിങ്ങിൽ നല്ല, അപ്പോൾ അവിടെ എന്നുള്ളത് എന്ന് തന്നെ വേണം. അപ്പം അതിൽ നമ്മൾ കുടുങ്ങിപ്പോയി. മലയാളമല്ലല്ലോ, ഈ പ്രാസം വയ്ക്കുമ്പോൾ വെച്ചാൽ ഈ ക്രിയാപദത്തിലും സംസ്കൃത ഭാഷയിൽ മാറ്റം വരുമല്ലോ. അപ്പോൾ ഈ നമ്മളിപ്പോൾ അവൻ വന്നു, സുരേഷ് വന്നു, ഇദ്ദേഹം വന്നു, നമ്മൾ രണ്ടുപേർ വന്നു എന്നുള്ളതിനൊക്കെ ക്രിയാപദം വന്നു. ഇത് ഓരോന്നും മാറ്റങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ഞാൻ മാഷോട് പറഞ്ഞു. പക്ഷെ മാഷ് പറഞ്ഞു അതൊന്നും എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ്, അങ്ങനെയാണ് മാഷ്ക്ക് അത് മനസ്സിലാവാത്ത ആളല്ല. പക്ഷേ മാഷ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോഴാണ്, അതുകൊണ്ടാണ് മാഷുടെ പാട്ടുകളൊക്കെ നമ്മളിപ്പോൾ പാടുന്നത്. ഇപ്പോഴും മാഷ് അത്രയും എനർജിയോടെ ഇപ്പോഴും, മാഷ് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ ഒരു സെഷന് തൃപ്പൂണിത്തുറ വെച്ച് മാഷ് പറഞ്ഞു, ഇപ്പോൾ ആരെന്നെ മാഷ് ഇപ്പോഴും ഒരു കോളേജിൽ ഒരു സ്കൂളിൽ ഫാക്കൽറ്റി ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് ആരിപ്പോൾ കമ്പോസ് ചെയ്യാൻ തരുന്നു, അതും നൊട്ടേഷൻസൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടാണ് മാഷ് കൊടുക്കുന്നത്. സംസ്കൃതം പാട്ടും എഴുതി. അത് പോലീസിൻ്റെ ഇങ്ങനെ ഈ പൊളൈറ്റ്നെസ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെച്ചിട്ടാണ് ആ പാട്ട് ഞാൻ ഹരഹര തീവ്രം എഴുതിയത്. എല്ലാ തലമുറ എല്ലാ ഭേദങ്ങളും പാടുന്ന പാട്ട് ആ തീവണ്ടിയിലെ പാട്ട് അജീവാംശമായി എന്ന് പറയുന്നത് അല്ലേ? അജീവാംശമായി ഹരിയുടെ ഏറ്റവും ഫേവറേറ്റ് പാട്ടുകളിലൊന്നാണോ, അതോ അതാണോ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്? അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊരു പൂർണ്ണത കിട്ടില്ല. ജീവാംശം എന്നെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോയ വളരെ പ്രിയപ്പെട്ട ഒരു പാട്ടാണ്. അത്തരത്തിലിപ്പോൾ അത് കൈലാസിൻ്റെ കൂടെയുള്ള പാട്ടാണ്. നീഹിമമഴയും കൈലാസിൻ്റെ കൂടെ ഉള്ള പാട്ടുകളാണ്. കൈലാസ് അങ്ങനെ ഒരു മെലഡി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊക്കെ ഇപ്പോൾ ജീവാംശം എന്ന് പറയുന്ന ഒരു പാട്ട് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കൈലാസിൻ്റെ ആ ട്യൂണില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വാക്ക് എഴുതില്ലായിരുന്നു. ജീവാംശം എന്ന് പറയുന്ന ഒരു വാക്ക്, അത് ആ ട്യൂൺ തന്നതാണ് എനിക്ക്. ലൈലാഗും അങ്ങനെ ഒന്നാണ്. ലൈലാഗും അതെ. അതൊരു വിവാദമൊക്കെ ഉണ്ടായി, എന്താണ് ഈ ലൈലാഗും എന്നൊക്കെ ചോദിച്ചിട്ട്. അതെന്താന്ന് വെച്ചാൽ അത് ഞാൻ പറഞ്ഞിരുന്നു. രാഹുലേട്ടൻ്റെ ഈണം, രാഹുൽ രാജിൻ്റെ ഈണം ദീവാനിയാന്ന് വെച്ചാണ് പാടിയിരുന്നത്. ആ സൗണ്ടിങ്ങാണ് എന്നെ ലൈലാഗമയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ലൈലാഗമ അയ്യപ്പ പണിക്കർ ഉപയോഗിച്ചിട്ടുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് ഓർമ്മ വന്നത് എവിടെ ജോൺ എന്നുള്ള ജലഗിധാറിൻ്റെ ലൈലാഗ ഗാനവും ലൈലാക്ക് എന്നുള്ളതിനെ മലയാളീകരിച്ചതാണ്. ഇപ്പോൾ
നമ്മൾ മെസ്മറിസം എന്നുള്ളത് മാസ്മരികം എന്ന് പറയുന്ന പോലെ, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ആംഗലേയം എന്ന് പറയുന്ന പോലെ മലയാളീകരിച്ചതാണ് ലൈലാകം. ചേർത്തു. ഞാൻ ചെയ്തതല്ല, അത് അയ്യപ്പ പണിക്കരുടെ ഇതിലുണ്ട്, ബാലേന്ദ്രൻ ചുള്ളിക്കാട് ചെയ്തിട്ടുണ്ട്. അത് ഞാനും അത് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഉപയോഗിക്കാൻ കാരണം ഞാൻ വെറുതെ ഒരു പാട്ട് എഴുതി തരുമെന്ന് പറഞ്ഞാൽ ഇത് എൻ്റെ ഉള്ളിൽ വരില്ല. ഇതാ ചിന്തയാണ് എന്നെ കൊണ്ട്, അല്ലെങ്കിൽ ആ രാഹുൽദാൻ്റെ ഈണമാണ്, അല്ലെങ്കിൽ ആ സംവിധായകന് ഒരു പ്രത്യേക വാക്ക് വേണമെന്നുള്ള ചിന്തയാണ് എന്നെ കൊണ്ട് അതിലേക്ക് എത്തിക്കുന്നത്. അതിനാണ് ലൈലാഗമി അല്ലേ, എസ്രയിലെ പാട്ട്. മെലഡിയുടെ രാജാവ് എന്നൊക്കെയാണ് ഇപ്പം പറയണത്. ഞാനോ? ഒരിക്കലുമല്ല. മെലഡിയൊക്കെ നമ്മളൊക്കെ കേൾക്കുന്ന മെലഡികൾ നിങ്ങൾ ആലോചിക്കൂ. ഇന്നും നമ്മളിരിക്കുമ്പോൾ ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ഇപ്പോൾ ഇന്നലെ എൻ്റെ അമ്മ ഇങ്ങനെ ഇതിൽ നിൽക്കുമ്പോൾ പാടും. അപ്പോൾ ഈ ഭാസ്കര മാഷ്ട പാട്ട് അങ്ങനെ ചെറുതായിട്ട് നമ്മളൊക്കെ പാചകം ചെയ്യുമ്പോൾ പാടുമല്ലോ. അപ്പോൾ അമ്മ പാടിയിരുന്നു. അപ്പോൾ അവരൊക്കെയാണ് മെലഡിയുടെ രാജാക്കന്മാർ. നമ്മൾ ഈ ഷോസിലൊക്കെ കുട്ടികൾ പാടുന്നില്ല, അവരുടെ പാടുന്നുണ്ടല്ലോ. അപ്പം അങ്ങനെ മെലഡിയുടെ അങ്ങനെ അത്രയല്ല. നമ്മളിതൊക്കെ മെലഡിയാണ് എനിക്ക് ഓലഞ്ഞാലി ഹിറ്റായതിനു ശേഷം അങ്ങനെ ഒരു സ്വഭാവം വരുമല്ലോ. അടിച്ചുപൊളി പാട്ടുകൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്. എന്നാൽ പോലും കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ ഇത്തരം പാട്ടുകൾ മെലഡി, അതുകൊണ്ടായിരിക്കാം മെലഡിയുടെ അത് എഴുതാൻ സുഖമാകുന്നത് അല്ലേ മെലഡി. സത്യം പറഞ്ഞാൽ നമ്മളൊരു അടിച്ചുപൊളി പാട്ട് വർക്കൗട്ടാക്കാൻ ഇതിനും ബുദ്ധിമുട്ടുണ്ട്. അത് സമ്മതിച്ചേ പറ്റൂ. മെലഡി എഴുതുമ്പോൾ നമ്മൾ ആ ട്യൂണൊക്കെ വന്ന് എല്ലാവരും അതിലേക്ക് ഇങ്ങനെ സെറ്റാവില്ലേ കേൾക്കുന്നവരൊക്കെ. ഒരു ഈ ആൾക്കാരെ തുള്ളിക്കുക, അത്തരം പാട്ടുകൾ എല്ലാറ്റിനും അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്ന, അത് ഹിറ്റാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്ന തോന്നുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പാടുന്ന അച്ഛൻ പാടില്ല, അമ്മ ചെറുതായിട്ട് പാടും. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ് അമ്മ ഇന്നലെ പാടിയിരുന്നു. ഞാനത് മഞ്ഞണിപ്പൂനിലാവ് ഭാസ്കര മാഷിൻ്റെ പാട്ട്. അപ്പം അത് അമ്മ ഇങ്ങനെ പാടിയിട്ട് ഇന്നലെ ഭാസ്കര മാഷിൻ്റെ യാദൃശ്ചികമായിട്ടാണ് അമ്മ അത് പാടുന്നത് ഞാൻ കേൾക്കുന്നത്. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇടുകയും ചെയ്തിരുന്നു. അതിൻ്റെ ചീത്ത കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നമ്മൾ അല്ല, ഫേസ്ബുക്കിലുള്ള ആൾക്കാരുടെ അല്ല, എൻ്റെ അമ്മയുടെ. അത് അമ്മ അറിയാതെ ഞാൻ ഇട്ടതാണ്. അപ്പൊ നന്നായില്ല എന്നൊക്കെ. അമ്മ ദോശ ഉണ്ടാക്കുമ്പോ പാട്ട് പാടുന്ന അമ്മ എന്താ മകന്റെ ഒരു പാട്ട് പാടാറുണ്ടോ എപ്പോഴെങ്കിലും? ഒരു പേടിയും പേടിക്കല്ല, ഇതുവരെ പാടിയിട്ടില്ല. അമ്മ പറയാറുണ്ടോ പാട്ടിനെ കുറിച്ച്? എൻ്റെ പാട്ടുകളെ പറ്റിയിട്ടൊന്നും അങ്ങനെ പറയാറൊന്നുമില്ല. നമുക്ക് ഈ കാലത്ത് ഇഷ്ടപ്പെട്ട പാട്ട് ഇടയ്ക്ക് ഇപ്പോൾ റഫീഖയുടെ 2 പാട്ടുകൾ വലിയ അതെപ്പോഴും പറയും. ഇപ്പം മലർവാക കൂമ്പത്ത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന പാട്ടാണ്. അതുപോലെ കണ്ണൂട് കണ്ണോരം നോക്കിയിരുന്നാലും കാണാമറയത്ത്, ഒന്ന് രമേശ് നാരായണൻ സാറാണ്, ഒന്ന് വിദ്യാജി. ആ 2 പുതിയ കാലത്തെ പാട്ടുകൾ അമ്മ ആ പാട്ടുകൾ പാടുന്ന കേൾക്കാം. മകൻ അറിയാതെ രഹസ്യമായിട്ട് പാടുന്നുണ്ടാവണം മകൻ്റെ പാട്ടുകൾ. അമ്മയ്ക്ക് അമ്മ ഇഷ്ടമുള്ളത് പാടട്ടെ. അതെ. അല്ല, ഞാൻ പറഞ്ഞ നമുക്ക് ആഗ്രഹിക്കാമല്ലോ. അതെ, അത് ഒരു മകന് കിട്ടാവുന്ന വലിയ പുരസ്കാരമാണ്. ഈ പുരസ്കാരങ്ങളെക്കാട്ടിയൊക്കെ വലിയ കിട്ടിയില്ല. പാട്ട് വഴി എന്ന് പറയുന്നത് വഴിയാണ്. കുറച്ച് ഉളപ്പന്നെ ഉണ്ടെന്ന് പറഞ്ഞു, ഉളപ്പത്തരം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പാട്ടാണ് എൻ്റെ അല്ലെങ്കിൽ കവിതയാണ് നമ്മുടെ ജീവിതം എന്നുള്ളത് തിരിച്ചറിഞ്ഞപ്പോഴാണ്? അങ്ങനൊരു തിരിച്ചറിവൊന്നും ഇപ്പം ഞാൻ എന്താണെന്നറിയോ, ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അങ്ങനൊരു എയിം ചെയ്ത് ജീവിച്ചിട്ടില്ല. ഞാനിവിടെ ഈ അക്കികാവ് സ്കൂൾ, പെരുമ്പലാവ് സ്കൂളിലാണ് പഠിച്ചത്. ഞങ്ങളുടെ സ്കൂളിൽ ഇന്നൊന്നുമില്ല, അന്നൊക്കെ നല്ല സമരം ഉണ്ടായിരുന്നു. ഈ സമരം ഉണ്ടാവണം. ആ സമരം ഉള്ള സമയത്ത് ഇന്ന് 1 ഡേ മാച്ച് ആണെങ്കിൽ ഇന്ന് സെക്കൻഡായിരിക്കണം ഇന്ത്യ ബാറ്റ് ചെയ്യുന്നത്. അതെനിക്ക് കാണാൻ പറ്റണം. ടെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അതൊക്കെയാണ് അതന്ന് വലിയ സംഭവങ്ങളാണ്. അങ്ങനെയൊക്കെ. അല്ലാതെ വേറെ നമ്മൾ വലുതാവുമ്പോൾ ആരാവണം എന്നുള്ളതൊക്കെ അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ, ഉറൂബിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞു എനിക്ക് ആദ്യം ആനക്കാരനാവാൻ വെളിച്ചപ്പാടാവാന്ന് പറഞ്ഞ പോലെ, അങ്ങനെ ഏതോ സമയത്ത് കവിത എഴുതണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട്. അത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ. അതിന് കാരണം ഞാൻ ഇപ്പോഴും തോന്നുന്നു, ഞാൻ ഈ അവിടെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ വലിയൊരു ലൈബ്രറി ഒന്നുമല്ല. വെള്ളിയാഴ്ച നിൽക്കുക, മാഷ് വന്നിട്ട് പുസ്തകം തരിക,
അപ്പം അന്ന് അവിടെ എച്ച്.ആൻഡ്.സി മഹച്ചരിതമാല എന്ന് പറഞ്ഞ പുസ്തകം ഇറക്കിയിരുന്നു. അതായത് 3 പേരുടെ ജീവിതമായിരിക്കും 150 പേജിൽ, അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ കേട്ടോ. അപ്പോൾ അതിലൊരു തലക്കെട്ട് എനിക്ക് ഓർമ്മയുണ്ട്, G.P. ഇടശ്ശേരി, ഇവരുടെ 3 പേരുടെയാണ് ഇതാണ് കിട്ടുന്നത്. അപ്പം അന്ന് കിട്ടിയപ്പോൾ ഈ ഇവിടെ എൻ്റെ വീട്ടിൽ അന്ന് കവിതയെല്ലാം മുമ്പ് ഈ ചെറിയച്ഛന്മാർ പറയും, നിനക്ക് വേണ്ടത് നീ ഈ പുസ്തകത്തിൽ നിന്ന് എടുക്കുക. അങ്ങനെ അന്ന് ശങ്കരക്കുറുപ്പിൻ്റെ പുസ്തകമാണ് അവിടെ കിട്ടിയത്. അപ്പോൾ അതിലുള്ള കവിതകൾ, ജിയുടെ കവിതകൾ ബൈ ഹാർട്ടാവും. ആ സമയത്ത് തന്നെയാണ് ഇതും കിട്ടുന്നത്. അപ്പോൾ അതിൽ ശങ്കരക്കുറുപ്പിൻ്റെ ജീവചരിത്രം കുഞ്ഞിരാമൻ നായരുടെ വായിക്കുക. അത് കഴിഞ്ഞിട്ട് ആണ് ഈ കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് കവിയുടെ കാൽപ്പാടുകൾ കിട്ടുക. അപ്പോൾ ഈ കവി എന്ന് പറയുന്നത് എന്തോ ഒരു ഇതാണ് എന്നുള്ളത്, അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ കവിത എഴുതണം എന്നുള്ളതൊക്കെ ഒരാഗ്രഹം ഉണ്ടായത്. അത് ഉണ്ടായിട്ടുണ്ട്, അത് ആഗ്രഹം എന്ന് തന്നെ പറയാം. പക്ഷേ പാട്ടെഴുത്ത് അങ്ങനെ ഒരു ആഗ്രഹമായിട്ടൊന്നും വന്നിട്ടില്ല. നമ്മുടെ ഒരു സുഹൃത്തുക്കളുടെ കൂട്ടത്തിൽ പെട്ടെന്ന് ഒരു പാട്ടിൻ്റെ ആവശ്യം വന്നപ്പോൾ അങ്ങനെ ഒരു എഴുതിപ്പോയി എന്ന് പറഞ്ഞാൽ, പാട്ട് ഇഷ്ടമാണ്. ഞാൻ കുറച്ച് കാലം മൃദംഗം പഠിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടൊരു റിതമിക് സെൻസ് ഉണ്ട്, മേളങ്ങളോടൊക്കെ ഒരു ഇഷ്ടമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ എഴുതിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതൊരു പാട്ട് ഞാൻ ആഗ്രഹിച്ച് അങ്ങനെ വന്നതല്ല. അതങ്ങനെ എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഭാഗമായതാണ്. മൃദംഗം പഠിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് മറ്റേ ജേട്ടനുമായിട്ട് മൃദംഗം വായിക്കാൻ പറ്റിയത്? മൃദംഗമല്ല, ചെണ്ടയാണ്. ചെണ്ടയായിരുന്നു. അത് ചെണ്ട പഠിച്ചിട്ടൊന്നല്ല, അത് ഞാൻ വെറുതെ ഒരു 3 ചെണ്ട ഉണ്ടായിരുന്നു ആ ഇത് നടക്കുമ്പോൾ. അത് കക്കാട് രാജപ്പന്മാരാർ എന്ന് പറയുന്ന സുഹൃത്ത് വന്നപ്പോൾ അവർ രണ്ടുപേരും ചെണ്ട എടുത്തപ്പോൾ എന്നോട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഈ ഇത് പിടിക്കുന്നത് രാജപ്പന്മാരെ നോക്കിയിട്ട് ഇങ്ങനെ ഒരു ഇതിലങ്ങനെ പിടിച്ചു, അല്ലാതെ പഠിച്ചിട്ടായിരുന്നില്ല ഞാൻ. എന്നാലും ഒരു താളബോധം ഉണ്ട്, ഉണ്ടായിരിക്കും. അത് ശരിക്കും കവിത എഴുത്തിനെയും പാട്ടെഴുത്തിനെയും ഒക്കെ സഹായിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പാട്ടെഴുത്തിനെ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഒരു സംഗീതം കൊടുക്കാം നാളെ വേണമെങ്കിൽ? ഇല്ല, ഒരിക്കലുമില്ല. അത് ഒരിക്കലും ഞാൻ ചെയ്യില്ല. അറിയാത്ത പണി ചെയ്യരുത് എന്നുള്ള മിനിമം ബോധം ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെയ്യുന്നവരൊക്കെ മഹത്തായിട്ടുള്ള ആളുകളാണെന്നുള്ളത്. അതിന് സ്വരബോധം വേണം, ശ്രുതിബോധം, അങ്ങനെ പലതും വേണം. അതൊന്നും എനിക്കില്ല. ആകെ ഒരു താളബോധമുണ്ട്. അതുകൊണ്ട് എനിക്ക് അർഹിച്ചതിനേക്കാൾ വലിയൊരു പണി ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ചെയ്തു പോകാമെന്ന് മാത്രമേ ഉള്ളൂ. കവിതാംശം കൂടി നഷ്ടപ്പെടുത്തരുത്. അതായത് കവിത ഉണ്ട്, കവിത എഴുത്ത് നടക്കുന്നുണ്ട്. നൂറ്റടപ്പൻ എന്ന് പറയുന്ന എൻ്റെ ഒരു കവിതാ സമാഹാരം വന്നിട്ടുണ്ട്. അതിനുശേഷം അനുരാഗ നദി എന്ന് പറഞ്ഞിട്ട് പ്രണയ കവിതകളുടെ കൊച്ചു കവിതകളൊന്ന് വന്നിട്ടുണ്ട്. അത് നടക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ. എനിക്ക് അത് വിടാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിലുണ്ട്. പ്രണയം ഒരുപാട് ഇഷ്ടമുള്ളൊരു വികാരമാണെന്ന് തോന്നുന്നു അല്ലേ? പ്രണയ കവിതകളുടെ ഒരു സീരീസ് വേണമെന്ന് നമ്മുടെ ദിലീപേട്ടൻ ഉണ്ടല്ലോ, മനോരമയിലെ, മലയാള മനോരമയിലെ ദിലീപേട്ടൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ചെറിയ ചെറിയ കവിതകൾ ഒരു 10 എണ്ണം എഴുതി കൊടുത്തതാണ്. പിന്നീടാണ് അങ്ങനെ അതൊന്ന് ആലോചിക്കാൻ പറഞ്ഞ് പിന്നെ പലപ്പോഴായിട്ട് എഴുതിയ 4 വരികളൊക്കെ എടുത്ത് അങ്ങനെ ചെറിയ ചെറിയ പ്രണയം ഉണ്ടായിട്ടുണ്ടോ ജീവിതത്തിൽ? പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ. അതൊന്നും ഇല്ല. അത് ഇരിക്കുന്ന നമ്മുടെ ഈ ചുറ്റും ഇരിക്കുന്ന എല്ലാവർക്കും അതുണ്ടാവില്ല. അത് തീർച്ചയായിട്ടും അത് പ്രണയം വേണമെന്നാ പറയുക. അതെ. അടുത്താണ് നമ്മുടെ പിന്നെ ഗുരുവായൂരപ്പന് ആയിട്ടുള്ള ഭക്തിയൊക്കെ എങ്ങനെയാണ്? അല്ല, ഞാനവിടെ ഈ ഭക്തി എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഒരു കാലത്ത് ഭാഗമായിരുന്നു, ഇപ്പോഴും ഇല്ല എന്ന് പറയുന്നില്ല. അതിനോടൊക്കെ ഒരു ചെറിയ വൈമുഖ്യത പോലെ വാക്കുകളിൽ തോന്നുന്നു. അങ്ങനെയല്ല, ഇതിങ്ങനെ ഞാൻ ഇതൊക്കെ വേണ്ട, ഇതൊക്കെ നിരാസത്തിന്റെ ഭാഗമാണെന്നൊക്കെ അത് ഉണ്ടാവും. ഞാനിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ആ മാറ്റത്തിൽ ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അതൊരു അങ്ങനെ ഞാൻ ഒന്നിനോട് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നതല്ല. ഞാൻ പറഞ്ഞില്ല, ഞാനിങ്ങനെ എനിക്ക് എൻ്റെ ഒറ്റ വഴിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഓരോന്ന് വരും പോവും. അതിനിടയ്ക്ക് ആ ജേട്ടൻ്റെ പാട്ടുകൾ കൂടി നമുക്ക് ആ വോയിസ് അതെന്താ വെച്ചാൽ എൻ്റെ ഇതിലാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് പലപ്പോഴും പല സംഭാഷണങ്ങളുമാണ്. അതുകൊണ്ട് അത് ഞാൻ ചെയ്യുന്നത് അതൊരു സ്വകാര്യതയാണ് ആയതുകൊണ്ട് അതിനെ ഞാനും മാനിക്കുന്നു. മാത്രമല്ല അത് ഓർത്തപ്പോഴാണ് വായിക്കുന്നത്, നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ അല്ലേ വോയിസ് അല്ലേ എവിടുന്ന് നമുക്ക് എപ്പോഴും കേൾക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ഈ ജയേട്ടൻ മരിച്ച അന്നേ ഒരു ആകെ എൻ്റെയൊക്കെ ഒരു കൺട്രോൾ പോയി. ഈ പാട്ടുകളിങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ സംഗീത നാടക അക്കാദമിയിൽ പാട്ടുകൾ വെച്ചിട്ടുണ്ട്, ഏകാന്ത പഥികൻ, അങ്ങനെ പല പാട്ടും. ഒരാൾ കുറച്ച് പ്രായം തോന്നിക്കുന്ന കണ്ടു കഴിഞ്ഞ് ഒരു 10-55 വയസ്സുണ്ട് തോന്നും. അദ്ദേഹം ഒരു വെള്ളക്കുപ്പി ആയിട്ട് ഇങ്ങനെ
എൻ്റെ അടുത്തേക്ക് വന്നു. എനിക്ക് പരിചയമില്ല. വന്നിട്ട് എന്നെ ഇങ്ങനെ പിടിച്ചു. കുറേ ആ ഹരി വർത്താനം പറയാണ്. എനിക്ക് ഇങ്ങനെ ഞാനത് കണ്ടിട്ടില്ല. എന്താല്ലേ വെള്ളം കുടിക്കണോ? വെള്ളം കുടിച്ചു. ഞാനും പുള്ളി തന്ന വെള്ളം കുടിച്ചു. ഞാൻ ഉള്ളിലേക്കൊന്നും പോയില്ല. മൂപ്പര് പോയിട്ടൊന്നുമില്ലടോ. ഞാനല്ലെങ്കിലും മൂപ്പരെ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. ദൂരെ എന്നേ കണ്ടിട്ടുള്ളൂ. എന്നും പാട്ടിലൂടെയല്ലേ. ആ പാട്ടിലൂടെ ഇപ്പോഴും എന്നെ വന്ന് തൊടുണ്ടല്ലോ. ചേട്ടൻ മരിക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. പാട്ട് കേൾക്കൂ, ഏകാന്ത പഥികൻ ഞാൻ അല്ലേ, കേൾക്കണില്ലേ? അപ്പോൾ അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഉണ്ട്, ചേട്ടൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി കണ്ണൊക്കെ തുടച്ചിട്ട് അങ്ങോട്ട് പോയി. അതുകൊണ്ട് ആ പാട്ടുകളിലൂടെ അദ്ദേഹം ആ മനുഷ്യൻ ചേട്ടൻ്റെ വലിയ ആരാധകനാണ്. അപ്പം എന്നോട് പറഞ്ഞു അങ്ങോട്ട് പോയിട്ടില്ല ഇതുവരെ, ചേട്ടനെ കണ്ടിട്ടില്ല, ദൂരെ നിന്നേ കണ്ടിട്ടുള്ളൂ, പക്ഷെ എല്ലാ ദിവസവും എന്നെ തൊടുന്നുണ്ട്, അതുപോലെ തന്നെ ഇനിയും തൊടും എന്നാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നു എന്നേ ഉള്ളൂ, അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് ഇതൊന്നും കാണുന്നില്ല. നമ്മളെ ഓർമ്മിപ്പിക്കാൻ ഒരാൾ വരികയാണ് അല്ലേ. പാട്ടിന് അങ്ങനെ ഒരു മാന്ത്രികത ഉണ്ടല്ലോ. ഈ ഷിബുവേട്ടൻ പറയുന്നൊരു അത് നമുക്ക് മെഡിറ്റേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ചെയ്യുന്ന ആൾക്കാർക്ക് മെഡിറ്റേറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നവർക്ക് 5 മിനിറ്റ് ഇരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നമ്മളൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമ്മളറിയാതെ 5 മിനിറ്റ് കണ്ണടച്ചിരിക്കും. ആ ഒരു മാന്ത്രികത അതിനുണ്ട്. ആ മാന്ത്രികത ഹരിയുടെ വരികൾക്കൊക്കെ കഴിയട്ടെ, ഇനി എഴുതാൻ കഴിയട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. സന്തോഷം സുരേഷ്.